തിയേറ്ററുകൾ തൂക്കി എമ്പുരാൻ. മോഹൻലാലിന്റെ മൊളിവുഡെന്ന് ചുമ്മാ പറയുന്നതല്ല. വേൾഡ് വൈഡ് ആയാലും കേരളത്തിലായാലും ഈ കളക്ഷൻ ഇനി തകർക്കാൻ പുള്ളി തന്നെ വിചാരിക്കണം. ബുക്കിംഗ് ആരംഭിച്ച ദിവസം തൊട്ട് പല കളക്ഷൻ റെക്കോർഡുകളും എമ്പുരാൻ തകർത്തിരുന്നു. ആദ്യദിന കളക്ഷനിൽ വിജയുടെ ലിയോ കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷൻ മറികടക്കുമോ എന്നായിരുന്നു പലരും സംശയിച്ചിരുന്നത്. എന്നാൽ എല്ലാ ചരിത്രങ്ങളും തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ വലിയ ഓളമാണ് തിയേറ്ററിൽ സൃഷ്ടിച്ചത്. ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ലഭിക്കാത്ത വൻ ഹൈപ്പോടെയാണ് ചിത്രം കഴിഞ്ഞ ദിവസം എത്തിയത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായി എത്തിയ എമ്പുരാൻ പ്രതീക്ഷയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിച്ചിട്ടില്ല എന്നാണ് ആരാധകരുടെ അഭിപ്രായം. കേരളത്തിൽ മാത്രം 746 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. വിവിധ ഭാഷകളിലായി പുറത്തിറങ്ങിയ എമ്പുരാൻ ആദ്യ ദിനം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ 22 കോടി രൂപയാണ്. മലയാളത്തിൽ നിന്ന് മാത്രം 19 കോടിക്ക് മുകളിലും, കന്നഡയിൽ നിന്ന് 1.5 ലക്ഷവും, തെലുങ്കിൽ നിന്ന് 1 കോടിയും, തമിഴ്, കന്നഡ, ഹിന്ദി പതിപ്പുകൾ യഥാക്രമം 80 ലക്ഷം, 5 ലക്ഷം, 50 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ചിത്രം സ്വന്തമാക്കിയത്. മാത്രമല്ല എമ്പുരാൻ 500-ലധികം ഷോകളായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റ്, US, ഓസ്ട്രേലിയ തുടങ്ങി രാജ്യത്തിന് പുറത്തുള്ള നിരവധി ഇടങ്ങളിൽ എമ്പുരാൻ റിലീസ് ചെയ്തിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. മോഹൻലാൽ നായകനായ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ് എമ്പുരാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത്. മരക്കാർ ആദ്യ ദിനം ലോകമെമ്പാടുമായി 20 കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ റിലീസിന് മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ പ്രീസെയിലൂടെ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എമ്പുരാൻ മറികടന്നിരുന്നു. ലിയോ നേടിയ 12 കോടി ബുക്കിംഗിലൂടെ മറികടന്ന് 13 കോടിക്കടുത്താണ് എമ്പുരാൻ സ്വന്തമാക്കിയത്. ആദ്യ ദിനം ഭൂരിഭാഗം റിലീസ് കേന്ദ്രങ്ങളിലും ലേറ്റ് നൈറ്റ് ഷോകളും എമ്പുരാന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 516 ലേറ്റ് നൈറ്റ് ഷോകളാണ് എമ്പുരാൻ നടത്തിയത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയും ലേറ്റ് നൈറ്റ് ഷോസ് കളിച്ച മറ്റൊരു ചിത്രമില്ല എന്നാണ് പറയുന്നത്. വേൾഡ് വൈഡ് കളക്ഷനിൽ 65 കോടിയാണ് എമ്പുരാൻ ഇതുവരെ സ്വന്തമാക്കിയത്. മലയാളത്തിൽ ഇനി അടുത്തെങ്ങും ഒരു സിനിമയും ഈ റെക്കോർഡ് തകർക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.